നമസ്കാരം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ചെറിയ പുസ്തകത്തെക്കുറിച്ചാണ്. യാദൃശ്ചികമായി എൻ്റെ കയ്യിൽ വന്നു ചേർന്നത്. ഞാനത് മേടിക്കാൻ വേണ്ടി മേടിച്ചതല്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പേര് പോലും എനിക്കറിയില്ലായിരുന്നു. യാദൃശ്ചികമായിട്ട് പേരയ്ക്ക ബുക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബുക്കിൽ ഒരു കവിത എഴുതിയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1-2 പുസ്തകങ്ങൾ കിട്ടും, നമ്മൾ എഴുതിയ നമ്മുടെ കവിതയുള്ള പുസ്തകത്തിനോട് ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു പുസ്തകമാണ് മായ കാഴ്ചകൾ. ശ്രീലേഷ് ശശിധരൻ എഴുതിയ മായ കാഴ്ചകൾ എന്നുള്ള പുസ്തകം അങ്ങനെ യാദൃശ്ചികമായിട്ട് കയ്യിൽ വന്നതാണ്. ഇതൊരു 64 പേജോളം ഒക്കെയുള്ള 62 പേജ് മാത്രമുള്ള 16 ചെറിയ കഥകളുള്ള ഒരു ചെറിയ പുസ്തകമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. കാര്യം ഞാൻ അത്ര വലിയ പ്രതീക്ഷകളോടൊന്നും അല്ല ഈ പുസ്തകം കയ്യിലെടുത്തത്. പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓരോ പുസ്തകത്തിനും ഓരോ സ്ട്രെങ്ത് ഉണ്ടാവും. ചില പുസ്തകങ്ങളിൽ അതിൻ്റെ ഒരു രചനാശൈലി, ഇപ്പോൾ കഥാശൈലി അല്ലെങ്കിൽ കാവ്യശൈലി, അതായിരിക്കും അതിൻ്റെ സ്ട്രെങ്ത്. ചില പുസ്തകങ്ങളിൽ അത് തിരഞ്ഞെടുത്ത തീമായിരിക്കാം. ഈ പുസ്തകത്തിൽ രചനാശൈലി നല്ലതാണ്, പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് ഇതിനെക്കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നാൻ കാരണം ഇതിൽ തിരഞ്ഞെടുത്തുള്ള വിഷയമാണ്. ഇത് ലഹരി, ഓൺലൈൻ ഗെയിമിംഗ്, ഓൺലൈൻ അഡിക്ഷൻ, അതിൻ്റെ പല പല പ്രശ്നങ്ങൾ, ആ ഒരു വളരെ വളരെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ 16 ചെറുകഥകളിലൂടെ സംസാരിക്കുന്നത്. ഇത് 3-4 പേജുള്ള ചെറുകഥകളാണ്. മിക്ക കഥകളും 3 പേജുകൾ തന്നെയുള്ളൂ. രചനാശൈലി കൊള്ളാം, പക്ഷേ ഇതിൻ്റെ പ്രധാന സ്ട്രെങ്ത് ഇതിൻ്റെ വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ എഴുത്ത് ലോകത്ത് ആവശ്യത്തിന് ചർച്ചകൾ നടന്നിട്ടില്ല. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച്, ഈ ഒരു വലിയ കൊടും വിപത്തിനെക്കുറിച്ച് വേണ്ടത്ര രീതിയിൽ നമ്മൾ ഇനിയും എഴുത്ത് ലോകത്ത് ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ എൻ്റെ വായനയുടെ പരിമിതിയാവാം. ചുരുങ്ങിയ പക്ഷം ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലെങ്കിലും, ഞാൻ അംഗമായിട്ടുള്ള ഗ്രൂപ്പുകളിലും വേദികളിലുമെങ്കിലും ഇത് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ആവശ്യമുള്ള അത്രയും, എത്രത്തോളം സീരിയസ്നെസ് ആണോ ഈ വിഷയം അർഹിക്കുന്നത്, അത്രയും സീരിയസ് ആയിട്ടും അത്രയും എക്സ്റ്റെൻസീവ്ലിയും ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാര്യം ഒരുപാട് ദുരന്തങ്ങളുടെ ഒരു കോഫാക്ടറായിട്ടും പിന്നെ ഇൻ ഇറ്റ് സെൽഫ് തന്നെ ഒരു വലിയ ദുരന്തമായിട്ടുമാണ് ലഹരി വരുന്നത്. പല പല പേരുകളിൽ പുതിയ ലഹരികൾ വരുന്നുണ്ട്. ഓൺലൈൻ അഡിക്ഷൻസ് വരുന്നുണ്ട്, സ്ക്രീൻ അഡിക്ഷൻ വരുന്നുണ്ട്, ഓൺലൈൻ ഗെയിമിംഗ് വരുന്നുണ്ട്. ഇതൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളെ ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മൾ പലപ്പോഴും പത്രത്തിൽ കാണാം ലഹരിയുടെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങൾ. എല്ലാ സൈലൻ്റ് അല്ല, എവിഡൻറ്റ് പാർട്ണർ ഇൻ ക്രൈം ആയിട്ട് എപ്പോഴും ലഹരിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കൗമാരക്കാർക്ക് പ്രത്യേകിച്ച് ഒരു 12 വയസ്സ് തൊട്ട് 15-14 വയസ്സൊക്കെ തൊട്ടുള്ള നമ്മുടെ മക്കൾക്ക് തീർച്ചയായിട്ടും മേടിച്ചു കൊടുക്കാവുന്ന ഒരു പുസ്തകമാണിത്. ഇത് വെറും 110 രൂപയുള്ളൂ. അവർ ഈ കഥകൾ വായിക്കേണ്ടതാണ്, എല്ലാവരും വായിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർ ഈ കഥ വായിക്കേണ്ടതാണ്. ഒരു കാര്യം എടുത്തു പറയട്ടെ, നമ്മൾ പലപ്പോഴും പറയാമല്ലോ, നമ്മുടെ ചെറുപ്പക്കാരെല്ലാം മോശം, അവരുടെ എല്ലാ രീതികളും തെറ്റ്, ഈ തലമുറ വഴിപഴിച്ചു പോയി എന്ന് പറയുന്ന ഒരു രീതി എനിക്ക് ഒട്ടുമില്ല. യുവജനത്തെക്കുറിച്ച് എനിക്ക് വളരെയധികം പ്രതീക്ഷകളുണ്ട്. ഞാൻ എൻ്റെ മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നം പലപ്പോഴും ഇപ്പോഴത്തെ തലമുറയിൽ വരുന്നുണ്ട്. അത് അവർക്ക് അവൈലബിലിറ്റിയും സാഹചര്യങ്ങളും കൂടുതലായതുകൊണ്ടാണ്. ആ തലമുറയുടെ ജനറൽ ആയിട്ടുള്ള പ്രശ്നം എന്ന് ഞാൻ പറയില്ല. മേ ബി നമ്മുടെയൊക്കെ ജനറേഷനോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പുള്ള ജനറേഷനോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരും ഇത്തരം തെറ്റുകളിലേക്ക് പോയേനെ. അപ്പോൾ ഞാൻ ഇത് അടച്ചാക്ഷേപിക്കാൻ പറയുന്നതല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയട്ടെ. ജനറലൈസ് ചെയ്ത് അടച്ചാക്ഷേപിക്കുന്ന രീതി ഒരു മേഖലയിലും എനിക്ക് ഒട്ടും ഇഷ്ടമേ അല്ല. അത് ആദ്യം തന്നെ പറയുന്നു. ഓക്കെ, ഇതിൽ 16 കഥകളുണ്ട്. ആദ്യത്തെ കഥ മായക്കാഴ്ചകൾ എന്നുള്ള പേര് തന്നെയാണ്. ഇതിലൊരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുള്ള പല കഥകളിലെയും ഒരു സാധാരണ വ്യക്തി, സാധാരണ കുടുംബത്തിലെ സാധാരണ വ്യക്തി, സ്നേഹസമ്പന്നനായ, പലവിധം സ്കിൽസുള്ള, നോർമൽ ആയിട്ടുള്ളത്, അത് മകനാവാം, ജ്യേഷ്ഠനാവാം, അങ്ങനെ ആ വ്യക്തി യാദൃശ്ചികമായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതികളിൽ പതിയെ ഫോണിലൂടെ ലഹരിയുടെ ലോകത്തേക്ക് കടക്കുന്നു. ആ ലഹരിയുടെ ലോകത്തേക്ക് കടക്കാൻ അവന് അല്ലെങ്കിൽ അവൾക്കുണ്ടാകുന്ന പ്രചോദനങ്ങൾ പലപ്പോഴും ഇതിലോട്ട് വേണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയല്ല പ്രവേശിക്കുന്നത്. യാദൃശ്ചികമായിട്ടോ അല്ലെങ്കിൽ ഇതിലെന്തോ കൂളായിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രാ ഉണ്ട്, അല്ലെങ്കിൽ ചില സ്ട്രെസ്സുകൾ വരുമ്പോൾ അതിനെ മറികടക്കാൻ, അല്ലെങ്കിൽ ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്നുള്ള അവകാശവാദങ്ങൾ കേട്ട് യാദൃശ്ചികമായിട്ടോ പരീക്ഷിക്കാനോ ഇതിലേക്ക് കടക്കുന്നു. ഓൺലൈൻ ഗ്രൂപ്പുകളുടെ ഭാഗമാകുന്നു. തുടർന്ന് പതുക്കെ അറിയാതെ ഡ്രിഫ്റ്റ് ചെയ്ത് ലഹരിയുടെയും ഓൺലൈൻ ഗെയിമിങ്ങിൻ്റെയും ഒക്കെ ലോകത്തേക്ക് പോവാണ്. തുടക്കത്തിൽ അത് തരുന്ന ആ ഒരു കിക്ക് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ അവർ എൻചാൻറ്റഡ് ആകുന്നു. അത് തുടക്കത്തിൽ തുടങ്ങുമ്പോൾ പല പ്രശ്നങ്ങളും, നമ്മൾ ആ യഥാർത്ഥ ലോകത്തിൽ നിന്ന് മായാലോകത്തേക്കും മായാ കാഴ്ചകളിലേക്കും പോകുന്നു. അപ്പോൾ പലപ്പോഴും നമുക്ക് ആദ്യത്തെ ഒരു ഇംപ്രഷനിൽ പല പ്രശ്നങ്ങളും തീർന്നതായിട്ട് തോന്നാം. ഒരു തരം കണ്ണടച്ചിട്ടാക്കലാണത്. അപ്പോൾ അതിൽ ആകർഷണ ചെയ്ത് തോന്നിയിട്ട് പിന്നെയും ഇതിലേക്ക് ഉപയോഗിക്കുന്നു. പിന്നെ ഡെഫിനറ്റ്ലി അഡിക്ഷൻ വരുന്നു. ആളുടെ വ്യക്തിത്വമേ മാറുന്നു. ആളുടെ സ്കിൽസും ഇൻട്രാക്ഷൻസും ഫാമിലി റിലേഷൻസും ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫീച്ചേഴ്സും എല്ലാം മാറുന്നു. വലിയൊരു ഗർത്തത്തിലേക്ക്, വലിയൊരു ചുഴിയിലേക്ക് ആൾ വീണ് പോവുകയാണ്. പിന്നെ വീണ്ടും നഷ്ടങ്ങളിലേക്ക് പോവുകയാണ്. ഇടിമണലിൽ നിന്ന് ഇടിമണലിലേക്ക് വീഴുന്നു എന്ന് നമ്മുടെ തോമസ് ചാക്കോ പറഞ്ഞില്ലേ, ആ ഒരു രീതിയിൽ പോവുകയാണ്. ചില കഥകളിൽ അവർ അവസാനം തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടുന്നുണ്ട്. ചില കഥകളിൽ രക്ഷയില്ലാതെ മരണത്തിലേക്കോ അല്ലെങ്കിൽ അതുപോലത്തെ ദുരന്തങ്ങളിലേക്കോ പോകുന്നുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ
മായാക്കാഴ്ചകളിൽ അലക്സ് എന്ന് പറയുന്ന ഒരാളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ചില പ്രയോഗങ്ങൾ ഞാൻ എടുത്തു വായിക്കാം. അവനെ മറ്റൊരു അതിലെ വീഡിയോകളും കളികളും അവനെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി. പ്രശ്നങ്ങളില്ലാത്ത, ഉത്തരവാദിത്തങ്ങളില്ലാത്ത ഒരു മായാലോകം. അതാണ് പലപ്പോഴും ഈ ഓൺലൈൻ വേൾഡ്, ലഹരിയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഓൺലൈൻ വേൾഡ് തരുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്. നമ്മളെ ഇഷ്ടപ്പെട്ടവർ നമ്മളെ ചിലപ്പോൾ ശാസിക്കും, ഉപദേശിക്കും. എന്നാൽ മായാലോകത്ത് പ്രചോദനം മാത്രമേ ഉള്ളൂ. ആരും നമ്മളെ ഉപദേശിക്കാൻ പറ്റില്ല, എൻകറേജ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ടു ഗുഡ് ടു ബി ട്രൂ എന്ന പ്രയോഗമുണ്ട്. അപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങളോ സ്നേഹത്തോടെയുള്ള ശാസനകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തൊരു ലോകം മായികമാണ്. അത് റിയൽ അല്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമുക്ക് എപ്പോഴും വേണം. ഇഫ് സംതിങ് ഈസ് ടു ഗുഡ്, ഇറ്റ്സ് നോട്ട് ട്രൂ, ഇറ്റ്സ് ഫേക്ക്, ആൻഡ് ഡോണ്ട് ഗെറ്റ് ടെംപ്റ്റഡ് ബൈ എനിത്തിങ് ദാറ്റ്സ് ഫേക്ക് എന്നുള്ളത് വീണ്ടും വീണ്ടും ഓർക്കുക. പിന്നെ അവൻ്റെ അമ്മയുടെ സ്നേഹം അത് മനസ്സിലാക്കി അവസാനം ഒരു ദുരന്തമുണ്ടാകുന്ന ഒടുവിൽ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഫോണിൻ്റെ നീല വെളിച്ചത്തിൽ നിന്നുള്ള മോചനം, ലഹരിയുടെ മായ കാഴ്ചകളിൽ നിന്നുള്ള ഒളിച്ചോട്ടം. ഇനി അവന് വേണ്ടത് കൃത്രിമമായ നിറങ്ങളായിരുന്നില്ല, ജീവിതത്തിൻ്റെ യഥാർത്ഥ നിറങ്ങളായിരുന്നു. സ്നേഹത്തിൻ്റെ, ബന്ധങ്ങളുടെ, കലയുടെ നിറങ്ങൾ. അങ്ങനെ ഓരോ കഥകളിലും നല്ല പ്രയോഗങ്ങളുണ്ട്. രണ്ടാമത്തെ കഥ നിഴൽപാതയിലെ യാത്രക്കാർ എന്നുള്ളതാണ്. അത് ലഹരിയിലെത്തുന്നു. വീഡിയോസിന് ലൈക്ക്, വ്യൂസ്, സബ്സ്ക്രിപ്ഷൻസ് ഇതൊക്കെ കിട്ടാൻ വേണ്ടി ലഹരിയുടെ അഡിക്ഷനിലും കൂടി അവർ റിസ്കി ആയിട്ടുള്ള ഇതുകൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് മരണത്തിലേക്ക് നടന്നു പോകുന്ന അല്ലെങ്കിൽ അപകടത്തിലേക്ക് നടന്നു പോകുന്ന ആളുകളുടെ കഥയാണ് ഇതിൽ പറയുന്നത്. റീൽസിനും വ്യൂസിനും വേണ്ടി മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ലോ. ഒരു പാവം മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഒരു അവസ്ഥ നിങ്ങൾ കണ്ടു. റീൽസിനും വ്യൂസിനും എല്ലാം വേണ്ടി ഒരു ആരോപണം ഉന്നയിക്കുകയും സമൂഹം മൊത്തം ഏറ്റുപിടിക്കുകയും ഒരു പാവം മനുഷ്യൻ ആത്മഹത്യയും ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൂടുതലൊന്നും പറയണ്ടല്ലോ, ഈ ഒരു റീൽസിന് വേണ്ടിയുള്ളൊരു എന്തൊക്കെ മനുഷ്യൻ ചെയ്യുന്നുള്ളത്. നോർമൽ അവസ്ഥയിൽ പോലും ഇതാണെങ്കിൽ ലഹരിയുടെ അടിമ കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. യാഥാർത്ഥ്യത്തെക്കാൾ അവർ ജീവിച്ചത് ഫോണിൽ 15 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോകളിലായിരുന്നു. തുടക്കം ഒരു കൗതുകത്തിൽ നിന്നായിരുന്നു. ജീവിതം വല്ലാതെ വിരസമായി തോന്നി. അപ്പോഴാണ് അവൻ്റെ കൂൾ ലൈഫിനെ അവൾ ശ്രദ്ധിക്കുന്നത് തുടങ്ങി. എങ്ങനെയാണ് കുട്ടികൾ ഇതിലേക്ക് എത്തുന്നത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. മൂന്നാമത്തെ കഥ അദൃശ്യ ചങ്ങലകൾ എന്നുള്ളതാണ്. ഇവിടെ 2 ലോകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മീരയുടെ ലോകത്തിന് 2 ഭാവങ്ങളുണ്ടായിരുന്നു. ഒന്ന് അവളുടെ പഠനമുറിയിൽ അലമാരയിൽ അടുക്കി വെച്ച സിവിൽ സർവീസ് പരീക്ഷയുടെ പുസ്തകങ്ങൾ നിറഞ്ഞ യാഥാർത്ഥ്യ ബോധമുള്ള ലോകം. 2 അവളുടെ ഫോണിൻ്റെ ചില്ലുകൂടിനപ്പുറമുള്ള ലൈക്കുകളും കമൻറ്റുകളും കൊണ്ട് വർണ്ണാഭമായ മായാലോകം. 2 ലോകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഒരു ലോകത്തുനിന്ന് മറ്റു ലോകത്തേക്ക് പോവുകയും പിന്നെ തിരിച്ചുവരവ് ബുദ്ധിമുട്ടാവുകയും ഒക്കെ ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. ഡിജിറ്റൽ ചിരികൾക്ക് പിന്നിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമുണ്ടെന്ന് ആരും പറഞ്ഞില്ല. ഞാൻ ചില നല്ല ഫ്രേസസ് വായിക്കുകയാണ് കേട്ടോ. പിന്നെ താൻ വിശ്വസിച്ച കൂട്ടുകാർ, ആ വൈബ് എല്ലാം ഒരു കച്ചവടം മാത്രമായിരുന്നെന്ന് അവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു. അവർക്ക് വേണ്ടത് ലഹരി വാങ്ങാനും ഉപയോഗിക്കാനുമുള്ള ഒരാളെ മാത്രമായിരുന്നു. ഈ നെറ്റ്വർക്കുകളുടെ ഭാഗമാകുന്നത് എങ്ങനെയാണെന്ന് നന്നായിട്ട് ഈ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. കയ്യിലിരുന്ന ഫോണിലേക്ക് നോക്കിയപ്പോൾ അതിലെ സ്ക്രീൻ ഒരു അഗാധമായ ഗർത്തം പോലെ അവളെ ഉള്ളിലേക്ക് വലിച്ചു. നല്ല പ്രയോഗമാണത്. പിന്നെ പൊട്ടിത്തകർന്നു പോയ ആ ഫോണിൻ്റെ സ്ക്രീനിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് അവൾ ആദ്യമായി തിരിച്ചറിയുകയായിരുന്നു. ലൈക്കുകളോ കമൻറ്റുകളോ ഇല്ലാത്ത, പക്ഷേ സ്നേഹവും സത്യസന്ധതയും നിറഞ്ഞ ഒരു യഥാർത്ഥ ജീവിതം. ഓർക്കുക, ഈ വാക്കുകൾ ഓർക്കുക. 4ാമത്തെ കഥ ഫിൽട്ടർ ലൈഫ് എന്നുള്ളതാണ്. യഥാർത്ഥ ജീവിതത്തെ മറച്ചുകൊണ്ടൊരു മായിക ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു, ആ ഒരു റിയലിനെയും ഫേക്കിനെയും ഡിവൈഡ് ചെയ്യുന്നൊരു ഫിൽട്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓൺലൈനിൽ കെട്ടിപ്പൊക്കി ആഡംബര ജീവിതം നിലനിർത്താൻ ലഹരിക്ക് അടിമയാവുകയും പിന്നീട് ജീവിതത്തിൽ പല തെറ്റുകളെയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്. സത്യം പറയുന്നവരെ അവന് ഭയമായിരുന്നു. കാരണം സത്യം അവൻ്റെ ഫിൽട്ടർ ചെയ്ത ലോകത്തെ തകർത്തു കളയുമായിരുന്നു. പിന്നെ അവസാനം പറയുന്നു, ഫിൽട്ടറുകളില്ലാത്ത, ലൈക്കുകളില്ലാത്ത, പക്ഷേ സത്യസന്ധമായൊരു ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്. പിന്നെ 5ാമത്തെ സീറോ ബാലൻസ്, ഓൺലൈൻ ഗെയിമിങ്ങിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് പറയുന്നത്. തുടക്കത്തിൽ ചെറിയ ഗെയിംസ് കിട്ടുകയും അതിൽ നമ്മൾ അഡിക്റ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും കളിക്കുകയും ഒടുവിൽ പൈസ നഷ്ടപ്പെടുകയും ആ നഷ്ടപ്പെട്ട തിരിച്ചെടുക്കാൻ വേണ്ടി പല തെറ്റുകളും ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ അവൻ്റെ അച്ഛൻ അവനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഓടി കിതച്ചുണ്ടാക്കിയ ഓരോ രൂപയ്ക്കും എൻ്റെ വിയർപ്പിൻ്റെ കണക്കുണ്ട്. നിൻ്റെ ഫോണിൽ ഈ അക്കങ്ങൾക്ക് ആ കണക്കുണ്ടോടാ? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലാത്ത ഒരു പൈസയ്ക്ക് പോലും നമുക്ക് സമാധാനം നൽകാൻ കഴിയില്ല. ആ ഒരു വിയർപ്പിൻ്റെ സത്യസന്ധതയുടെ കണക്കുണ്ടാവണം എല്ലാ കാര്യത്തിലും. വെറും ഭാഗ്യത്തിനെ മാത്രം നോക്കി ഒന്നിലും പോവാതിരിക്കുക. അതിപ്പോൾ ഓൺലൈൻ ഗെയിമിംഗ് മാറ്റി നിർത്തി ഏത് കാര്യം ആയിക്കോട്ടെ, വെറും ഭാഗ്യമാണ് നിങ്ങളെ വിജയിയാക്കുന്നതെങ്കിൽ അതിൻ്റെ പുറകെ അധികം പോവാതിരിക്കുക. ഇറ്റ് വോണ്ട് സസ്റ്റെയിൻ. പിന്നെ വേറൊരു വാക്കുള്ളത്, അതൊരു വീഴ്ചയായിരുന്നു. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമല്ല, വിശ്വാസവും സ്നേഹവും പ്രതീക്ഷകളും എല്ലാം പൂജ്യമായി തീർന്ന ഒരു വീഴ്ച. നല്ല പ്രയോഗം. 6ാമത്തെ കഥ നിശബ്ദതയിലെ മാറ്റുലികൾ എന്നുള്ളതാണ്. ഞാൻ ഓരോ കഥയും വിശദമായിട്ട് പറയുന്നില്ല, സ്പോയിലേഴ്സ് ആക്കുന്നില്ലല്ലോ. തിരിച്ചറിവിൻ്റെ നിമിഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 7ാമത്തെ കഥ അകലം. 3 കൂട്ടുകാർക്കിടയിൽ മൊബൈൽ ഫോണും വേറെ കാര്യങ്ങളും വരുമ്പോൾ അവർക്കിടയിൽ അകലമുണ്ടാകുന്നതാണ്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുന്നു. അവർക്കിടയിൽ അദൃശ്യമായ മതിൽ രൂപപ്പെടുന്നു, ചില്ലുഭിത്തി രൂപപ്പെടുന്നു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും നമുക്ക് നേരിട്ട് താല്പര്യമില്ലെങ്കിലും നമ്മൾ പലപ്പോഴും ചിലതിൻ്റെ ഭാഗമാകുന്നത് എങ്ങനെയാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഫോണുകളും ലഹരിയും ചേർന്ന് മായ്ച്ചു കളഞ്ഞത് ചങ്ങാത്തത്തിൻ്റെ നിറങ്ങളായിരുന്നു.
കുറ്റബോധം, നഷ്ടബോധം, ഒരുപക്ഷെ വീണ്ടെടുക്കാനാവാത്ത സൗഹൃദത്തിൻ്റെ വേദനയും, കുടുംബ ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, അവയൊക്കെ എങ്ങനെയാണ് ലഹരി നശിപ്പിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പല പല കഥകളിലൂടെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. 8ാമത്തെ സ്കാം കോൾ എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരം ആപ്പുകളിലും തെറ്റായ കോളുകളിലും പെട്ടിട്ട് നമ്മൾ എങ്ങനെ വഴിതെറ്റി പോകുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രയോഗം ഇതിലുള്ളത്, ആ ഇരുളിനുള്ളിൽ തൻ്റെ കുടുംബത്തിൻ്റെ തകർന്ന സ്വപ്നങ്ങളും ഒരു സ്കാം കോൾ അവശേഷിപ്പിച്ചു പോയ ആ വലിയ പൂജ്യവുമായിരുന്നു. നല്ല പ്രയോഗമാണ്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാം, ഞാൻ ഷോർട്ടായിട്ട് പറയുകയാണ്. 9ാമത്തെ പ്രതിധ്വനി എന്നുള്ളതാണ്, ഒരു എക്കോ ചേമ്പറിനെ കുറിച്ച്. പ്രോത്സാഹനം മാത്രമുള്ള, ആരും നമ്മളെ സ്നേഹത്തോടെ തിരുത്താൻ തയ്യാറാവാത്ത ഫോൺ അല്ലെങ്കിൽ പല ഗ്രൂപ്പുകളായ എക്കോ ചേമ്പറുകളെ കുറിച്ചാണ് പറയുന്നത്. അവൻ്റെ ഫോണിന് ലോകം അവനറിയാതെ അവന് വേണ്ടി മാത്രമുള്ള ഒരു പ്രതിധ്വനി മുറിയായി, എക്കോ ചേമ്പറായി മാറി. അവൻ്റെ ലോകം അവൻ്റെ ആൽഗോരിതം തീരുമാനിക്കുന്ന ഒന്നായിരുന്നു. ഡിജിറ്റൽ പ്രതിധ്വനി എന്നുള്ള വാക്കുണ്ട്. പിന്നെ ഇവർ ലഹരിയുടെ ഗ്രൂപ്പുകളിൽ ഉപയോഗിക്കുന്ന പല വാക്കുകളെയും കുറിച്ച് പറയുന്നുണ്ട്. സ്റ്റാമ്പ്, ബിഗ് ഡാർക്ക് വെബ്, അങ്ങനെ പല കാര്യങ്ങളും. അങ്ങനെ ലഹരി ഉപയോഗിക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ, അവയെക്കുറിച്ച് പറയുന്നതൊക്കെ ശ്രദ്ധിക്കുക. സംഭാഷണങ്ങൾ അവസാനിക്കുന്നു, വ്യക്തികൾക്കിടയിൽ വലിയ ഗർത്തം രൂപപ്പെടുന്നു, ആ ഗർത്തം ഫോണിലെ പ്രതിധ്വനികൾ കൊണ്ട് നിറയ്ക്കുന്ന അവസ്ഥ, പരീക്ഷണങ്ങൾ പതിയെ ശീലങ്ങളായി, ശീലങ്ങൾ ആവശ്യങ്ങളായി, അങ്ങനെ തന്നെയാണ് ലഹരിയിലേക്ക് വീഴുക. പിന്നെ അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ മുറിയുടെ ചില്ലു ചുമരുകൾ ഒന്നൊന്നായി പൊട്ടി തകർന്നു. ആ പൊട്ടിയ ചില്ലുകൾക്കിടയിലൂടെ അവൻ ആദ്യമായി പുറം ലോകത്തെ കണ്ടു. അവിടെ അച്ഛൻ്റെ സ്നേഹമുണ്ടായിരുന്നു, അമ്മയുടെ കണ്ണുനീരുണ്ടായിരുന്നു, അവൻ ഒരിക്കലും ശ്രദ്ധിക്കാതിരുന്ന യഥാർത്ഥ ജീവിതമുണ്ടായിരുന്നു. പിന്നെ ഇൻകോഗ്നിറ്റോ മോഡ്, നമ്മൾ പലപ്പോഴും ഫോണിൽ ആരും അറിയാതെ നമ്മൾ മറ്റൊരു വ്യക്തിത്വമായി ജീവിക്കുന്നതിനെ കുറിച്ചാണ് ഈ കഥ പറയുന്നത്. ഇൻകോഗ്നിറ്റോ മോഡ് നല്ല പേരാണ്. ഇത്തരത്തിലുള്ള പേരുകളും ഈ പുസ്തകത്തിലുണ്ട് കേട്ടോ. ഇതിൽ വളരെ സത്യസന്ധമായ എഴുത്താണ്. ഒരു പൊടിപ്പ് കൊത്തങ്ങളൊന്നും ചേർത്തിട്ടില്ല. സത്യസന്ധത, ജെനുവിനിറ്റി ഉണ്ട്. എഴുത്തിൽ ചില കാര്യങ്ങളിൽ, ചില ഫോമാറ്റുകളിലൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നിയെങ്കിലും ആ സത്യസന്ധതയും ആ വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പും അതിൽ പുലർത്തിയിട്ടുള്ള ആ ഒരു ജെനുവിനെസ്സും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ചൂതാട്ടത്തിൻ്റെ ലഹരിയും രാസലഹരിയും അവൻ്റെ സിരകളിൽ ഒരുമിച്ച് ഓടാൻ തുടങ്ങി. ഒന്ന് മറ്റൊന്നിന് ഇന്ധനമായി. ഓൺലൈൻ ചൂതാട്ടം, ലഹരി, ഇവ എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്, ഒന്ന് മറ്റൊന്നിനെ എങ്ങനെ ഫ്യൂൽ ചെയ്യുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ അതിലെ ഇൻകോഗ്നിറ്റോ ടാബ് ക്ലോസ് ചെയ്യാൻ അവൻ മറന്നുപോയിരുന്നു. ആ വെളുത്ത പേജിൽ കറുത്ത അക്ഷരങ്ങളിൽ അവൻ്റെ അവസാനത്തെ തിരച്ചിൽ മായാതെ കിടന്നു. ആ ഇൻകോഗ്നിറ്റോ മോഡ് പോലെ ആരും കാണാതെ, ആരും അറിയാതെ അവൻ്റെ ജീവിതം ക്ലോസ് ചെയ്തിരുന്നു. പിന്നെ പഴയ പാട്ടുകൾ എന്നുള്ളൊരു കഥയുണ്ട്. ഒരു വ്യക്തിക്ക് വരുന്ന മാറ്റങ്ങളാണ്. പിന്തുടർച്ച എന്നുള്ളൊരു കഥയുണ്ട്. അതും ഒരു അനിയൻ ജ്യേഷ്ഠൻ്റെ മരണശേഷം ജ്യേഷ്ഠൻ്റെ ഫോൺ നോക്കുന്ന കാര്യമാണ്. ഗ്രൂപ്പ് അഡ്മിൻ, ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിനായ ഒരാൾ തൻ്റെ ചെയ്തികൾ മൂലം ഒരുപാട് പേരുടെ ജീവിതത്തെ തകർക്കുന്നതും അവസാനം അയാൾക്കൊരു തിരിച്ചറിവുണ്ടാവുന്നതുമാണ് എല്ലാ കഥ. പിന്നീട് 14ാമത്തെ ഓഫ്ലൈൻ, നമ്മൾ ഇത്തരം തെറ്റുകളിൽ നിന്ന് പിൻവാങ്ങിയാലും ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സ് എങ്ങനെ അവശേഷിക്കുന്നുവെന്നും അവ പിന്നീട് നമ്മുടെ സമാധാനപരമായ ജീവിതത്തിൽ നമ്മളെ ഹോണ്ട് ചെയ്യാൻ എങ്ങനെ വരുന്നു എന്നതിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിലെ കഥാനായിക വളരെ ശക്തമായിട്ട് തന്നെ നേരിടുകയും ആ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയാവാൻ വിസമ്മതിക്കുകയും അവർ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ധീരമായൊരു രീതിയാണത്. കുഴിച്ചു മൂടിയ ഭൂതകാലം ഒരു ശവപ്പെട്ടി തുറന്ന് പുറത്തു വന്നിരിക്കുന്നു. അതൊരു അപേക്ഷയല്ല, ഭീഷണിയായിരുന്നു. തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു കഥയാണിതിൽ. ആരും തിരുത്താനില്ലാത്ത, എല്ലാവരും പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലോകം എത്ര അപകടകരമാണെന്ന് ഞാൻ പഠിച്ചു. പ്രോത്സാഹനം നല്ലതാണ്, പക്ഷെ തിരുത്തേണ്ടപ്പോൾ തിരുത്തുകൾ ഇല്ലാത്ത ലോകം എത്രത്തോളം ഫേക്കാണ്, എത്രത്തോളം ഡേഞ്ചറസ് ആണെന്നുള്ളത് ഓർക്കുക. അവളുടെ പഴയ ഡിജിറ്റൽ കാൽപ്പാടുകൾ അവളെ ഭയപ്പെടുത്തിയിരുന്നെങ്കിൽ പുതിയ കാൽപ്പാടുകൾ അവൾ മറ്റുള്ളവർക്ക് വഴികാട്ടിയാക്കുകയായിരുന്നു. പിന്നെ അവസാനത്തെ ലൈക്ക് എന്നുള്ള കഥയുണ്ട്. അവസാനത്തെ ഗിഫ്റ്റ് എന്നുള്ള 2 കഥകളുണ്ട്. അവസാനത്തെ ഗിഫ്റ്റ് എന്നുള്ളത് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഫോൺ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ്. ശ്രീ സൂര്യകൃഷ്ണമൂർത്തി എഴുതിയ മുറിവുകൾ എന്ന പുസ്തകത്തിലും സമാനമായൊരു അനുഭവക്കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. അവസാനത്തെ ലൈക്ക് എന്നുള്ളത് 3 കൂട്ടുകാർ, അവർ വ്യൂസിന് വേണ്ടി ലഹരിയുടെ അടിമത്വത്തിൽ പല കാര്യങ്ങളും ചെയ്യുകയും ഒരാൾ മരണത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് അവരുടെ മറ്റൊരു സുഹൃത്ത് ഓർക്കുന്ന കഥയാണത്. അപ്പോൾ നല്ലൊരു പുസ്തകമാണ്, തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കുക. വെറും 110 രൂപയുള്ളൂ. ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്. നമ്മുടെ ഇന്നത്തെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടി ബോധവാന്മാരാക്കുന്ന കഥയാണ്. ഇതിൽ 1-2 സജഷൻസ് എനിക്ക് തോന്നിയത്, ഇതിൽ ലഹരിയുടെ ഡി അഡിക്ഷൻ പാർട്ടിനെ കുറിച്ചും ഒക്കെ കുറച്ചുകൂടി വിശദമായിട്ട് പറയാമായിരുന്നു എന്ന് തോന്നി. സയൻറ്റിഫിക് ആയിട്ട് ഡി അഡിക്ഷൻ പാർട്ടിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി പറയാമായിരുന്നു. ലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അത്ര വേഗം തിരിച്ചു വരാൻ പറ്റിയെന്നുമില്ല. ഈ കഥകളിൽ ചിലയിടത്തെങ്കിലും സ്നേഹം മനസ്സിലാക്കി അവർ തിരിച്ചു വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു ഫീൽ ഗുഡ് ഇഫക്റ്റ് കിട്ടും. പക്ഷേ ശരിക്കും നമ്മൾ ലഹരിയുടെ അഡിക്ഷനിൽ പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ നമുക്ക് ഒരുപാട് ഡി അഡിക്ഷനും സയൻറ്റിഫിക് മെഡിക്കൽ ഹെൽപ്പും വേണ്ടി വരും. ആ ഒരു ആസ്പെക്റ്റിനെ കുറച്ചുകൂടി പറയാമായിരുന്നു എന്നുള്ളത് തോന്നി. പിന്നെ കഥകളുടെ എണ്ണം കുറച്ചിട്ട് ഉള്ള കഥകൾ കുറച്ചും കൂടി വിശദമായിട്ട് മാനസിക വ്യാപാരങ്ങളെക്കുറിച്ചൊക്കെ പറയാമായിരുന്നു തോന്നി. അങ്ങനെ എഴുത്തു രീതികളിൽ എനിക്ക് ചെറിയ സജഷൻസ് ഈ ബുക്കിലുണ്ട്. അത് ഞാൻ ഓഥറോട് നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വിഷയം അദ്ദേഹത്തിന് ആദ്യ പുസ്തകമാണ് ഇതെന്ന് നോക്കുമ്പോഴും തിരഞ്ഞെടുത്ത വിഷയങ്ങളുടെ ഒരു പ്രാധാന്യവും അതിലെ സത്യസന്ധതയും നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പുസ്തകം നിങ്ങളെല്ലാവരും വായിക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി ഇതിൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ ചേർക്കാം. ഓക്കെ, പുസ്തകങ്ങൾ താല്പര്യമുള്ളവർ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പേരയ്ക്ക ബുക്സിനെ കോൺടാക്ട് ചെയ്തിട്ട് നേരിട്ട് പുസ്തകങ്ങൾ വാങ്ങിക്കാവുന്നതാണ്.
നമ്പറുകൾ ഞാൻ താഴെ ചേർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വായിച്ചിരിക്കുക. ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്. നമ്മുടെ ചുറ്റുമുള്ള ലോകം ഇങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മളത് അറിഞ്ഞിരിക്കണം. ഇഗ്നോറൻസ് ഈസ് ഓഫൺ എ മിസ്റ്റേക്ക് എ സിൻ. ഓക്കെ, സോ താങ്ക് യു.